നമുക്ക് ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനത്തിലേക്ക് വരാം. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനം. ഹീബ്രൂസ് 4:12. ഹെബ്രായർ 4:12. എൻ്റെ ജീവിതത്തെ വഴിതിരിച്ചു വിട്ട വചനങ്ങളിൽ ഒന്നാണിത്. ദൈവവചന ശുശ്രൂഷയിലേക്ക് മുഴുവൻ സമയവും ജീവിതം മാറ്റിവെക്കാൻ എന്നെ സഹായിച്ച, ഒരുപക്ഷെ എന്നെ വെല്ലുവിളിച്ച, എന്നെ കുത്തി നോവിച്ച വചനങ്ങളിൽ ഒന്നാണിത്. ഹെബ്രായർ 4:12 വായിക്കാം. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുമന വാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അവൻ്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ കൺമുമ്പിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. അപ്പോൾ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവും. സജീവം എന്ന് പറഞ്ഞാൽ ജീവനുള്ളത്. ഊർജ്ജസ്വലം, ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഊർജ്ജസ്വലം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഊർജ്ജസ്വലം, എനർജറ്റിക് അല്ല, പ്രവർത്തന നിരതം എന്നാണ്. പ്രവർത്തിക്കുന്നതാണ് എന്നാണ് എൻ്റെ അർത്ഥം. എനർജറ്റിക് എന്നല്ല, പ്രവർത്തിക്കുന്നതാണ്. ഇറ്റ് വിൽ വർക്ക്, അതാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം സജീവമാണ്, ഊർജ്ജസ്വലമാണ്. ലിവിങ് ആൻഡ് ആക്റ്റീവ്. ആക്റ്റീവ് മീൻസ് ഇറ്റ് വിൽ വർക്ക്, അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അത് പ്രവർത്തിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അപ്പോൾ അതാണ് ദൈവത്തിൻ്റെ വചനമാണ്. അത് സജീവമാണ്, ജീവനുള്ളതാണ്, പ്രവർത്തിക്കുന്നതാണ്. യെശയ്യാ പ്രവചനം 55, ഐസയ്യാ 55, യെശയ്യാ 55 10 മുതലുള്ള വാക്യങ്ങൾ. ഐസയ്യാ 55:10 onwards വായിക്കാമോ? മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു, അങ്ങോട്ട് തിരികെ മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി, വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായി അത് തിരിച്ചു വരികയില്ല. അടുത്ത ആകാശത്ത് നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ എന്ന് പറഞ്ഞാൽ വന്നിട്ട് എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോകാതെ എന്ത് ചെയ്യുന്നു? അതിനൊരു പർപ്പസ് ഉണ്ട്. മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വന്നിട്ട് എല്ലാവരെയും കാണാൻ വരുന്നതല്ല, അല്ലേ? മാവേലി വരുന്ന പോലെ വരുന്നതല്ല. പിന്നെ എന്ത് വരുന്നതാണ്? ഭൂമിയെ നനയ്ക്കുന്നു. പിന്നെ അപ്പോൾ ഈ മഴയും മഞ്ഞും മുകളിൽ നിന്ന് വന്നാൽ അതിൻ്റെ ജോലി ഭൂമിയെ നനയ്ക്കുക, പിന്നീട് സസ്യങ്ങൾ മുളപ്പിക്കുക, പിന്നെന്താണ്? ഫലം നൽകുന്നു. അപ്പൊ അതിന് ഫ്രൂട്ട്സ് ഉണ്ടാകുന്നു. അപ്പൊ ആ ഫ്രൂട്ട്സ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? വിതയ്ക്കാനുള്ള വിത്തും ഭക്ഷിക്കാനുള്ള ആഹാരം. വിത്തും ചോറും. അപ്പോൾ വിതയ്ക്കാനുള്ളത് ഭാവിയിലേക്കുള്ളത്, അതുപോലെ ഇപ്പോൾ ആഹരിക്കാനുള്ളത്, ഭക്ഷിക്കാനുള്ളത്. വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും എങ്ങനെ തന്നെ മഴയും മഞ്ഞും പോലെ മുകളിൽ നിന്ന് വന്ന് ഫലമുണ്ടാക്കി വിതയ്ക്കാനുള്ള വിത്തും ഭക്ഷിക്കാനുള്ള ആഹാരവും തരുന്നത് പോലെയാണ് എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. ഫലരഹിതമായി അതായത് ഒരു വചനം പുറപ്പെട്ടാൽ അത് ഫലരഹിതമായി തിരിച്ചു വരില്ല. പിന്നെന്ത് ചെയ്യും? എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. അപ്പോൾ ഒരിക്കൽ കൂടി ഉച്ചത്തിൽ വായിക്കാം. മഴയും മഞ്ഞും ആകാശത്ത് നിന്നും വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി, വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. കർത്താവിൻ്റെ വചനം ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെറ്റേഴ്സിൽ എഴുതിയിരിക്കുന്ന ഒരു സാധാരണ പുസ്തകമല്ല. ഈ ഗ്രന്ഥത്തിന്
ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട്. സഭയുടെ ചരിത്രത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന വിശ്വവിഖ്യാതരായ വിശുദ്ധരായ അനേകം ജീവിതങ്ങൾ തങ്ങളുടെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റ്, വഴിത്തിരിവുകൾ കണ്ടെത്തിയത് ദൈവവചനത്തിലാണ്. ഉദാഹരണത്തിന് ഈജിപ്തിലെ വിശുദ്ധ അന്തോണി, അദ്ദേഹമാണ് സന്യാസ പിതാവ് എന്നറിയപ്പെടുന്നത്. അസറ്റിക് ലൈഫിൻ്റെ ഫാദർ ഓഫ് അസറ്റിക് ലൈഫ്. അതാണ് ആരാണ്? ഈജിപ്തിലെ സെയിൻറ്റ് ആന്റണി. ആന്റണി ഓഫ് പാദുവ അല്ല, നമ്മൾ അന്തോണീസ് പുണ്യാളനല്ല, സെയിൻറ്റ് ആന്റണി ഓഫ് ഈജിപ്റ്റ്. നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ വന്ന് അനുഗമിക്കുക. അപ്പം അദ്ദേഹത്തിൻ്റെ പെങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെങ്ങൾക്കൊരൽപ്പം രോഗവും അസ്വസ്ഥതയും ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ആ പെങ്ങൾക്ക് വേണ്ടി അവൾക്ക് ജീവിക്കാനുള്ളത് മാത്രം മാറ്റിവെച്ചിട്ട് ബാക്കിയെല്ലാം വിറ്റ് പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ട് അദ്ദേഹം മരുഭൂമിയിലേക്ക് സന്യസിക്കാനേക്ക് പോയി എന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം. അമ്മ അടുത്തിരുന്ന് ബൈബിൾ വായിച്ചു കൊടുക്കുമ്പോൾ ഒരു വചനം അദ്ദേഹത്തെ സ്പർശിക്കുകയാണ്. ദേവാലയത്തിൽ വെച്ച് പിന്നീട് ആ വചനം വീണ്ടും അദ്ദേഹത്തെ വേട്ടയാടി. ആ വചനം ഇതാണ്. അദ്ദേഹത്തോട് കർത്താവ് അരുളി ചെയ്യുന്ന വചനം ഇതാണ്. ഈ പറയുന്ന വചനം ഏതാണ്? നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് വന്നെന്നെ അനുഗമിക്കുക. അപ്പോൾ അദ്ദേഹം ചെന്ന് അച്ഛനോട് ചോദിക്കും, ഇത് ജീവിക്കേണ്ട വചനമാണോ എന്ന് ചോദിക്കും. അപ്പോൾ അച്ഛൻ പറയും, ജീവിക്കേണ്ടതാണ്, എനിക്കത് പറയാനുള്ള ധൈര്യമൊന്നുമില്ല, എന്നാലും അത് ജീവിക്കേണ്ടതാണെന്ന് പറയും. ജീവിക്കേണ്ടതാണ്, ഞാൻ ജീവിച്ചിട്ടൊന്നുമില്ല എന്ന് പറയും. അപ്പം അങ്ങനെയാണ് അദ്ദേഹം എല്ലാം ഉടുത്തിരുന്ന വസ്ത്രം പോലും, താൻ ധരിച്ചിരുന്ന വസ്ത്രം പോലും അപ്പൻ്റെ പേര് പീറ്റർ ബെർണദീൻ ആ സ്ഥലത്തെ മെത്രാൻ്റെ മുമ്പിൽ ചെന്ന് പരാതി കൊടുക്കും. അപ്പോൾ ഈ മെത്രാൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ പീറ്റർ ബെർണദീൻ പറയും, നീ ഇട്ടിരിക്കുന്ന ഉടുപ്പ് പോലും എൻ്റേതാണെന്ന് പറയുമ്പോൾ താൻ ധരിച്ചിരുന്ന ഉടുപ്പ് പോലും ഊരിക്കൊടുത്തിട്ട് മെത്രാൻ വെച്ച് നീട്ടിയ ഒരു മേലങ്കി പുതച്ചുകൊണ്ട് അവിടെ നിന്ന് ദാരിദ്ര്യത്തെ വ്രതമായി സ്വീകരിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട ആളാണ് ഫ്രാൻസിസ് സേവ്യർ. ഫ്രാൻസിസ് അസീസി വളരെ ഉയരത്തിൽ നിൽക്കുന്ന ഒരാളാണ്. ജീവിതത്തെ മാറ്റിമറിച്ചതൊരു വചനമാണ്. അതുപോലെ തന്നെയാണ് ഫ്രാൻസിസ് സേവ്യർ. അദ്ദേഹത്തെ മാറ്റിമറിച്ച വചനം എന്താണ്? നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ഇതാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയിലൂടെ ഉച്ചരിക്കപ്പെട്ട ഈ വചനമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുക. പാരീസ് സർവകലാശാലയിലെ അധ്യാപകനായിരുന്നു. അവിടുന്ന് ആ അധ്യാപന വൃത്തിയെല്ലാം ഉപേക്ഷിച്ച് ഗോവയിലും കേരളത്തിൻ്റെ കടൽ തീരങ്ങളിലും ഒരു കൈയിൽ കുരിശും മറുകൈയിൽ മണിയുമായി ഇങ്ങനെ മണിയടിച്ചും കുരിശുയർത്തിയും നടന്ന് ലക്ഷക്കണക്കിന് ആളുകളിൽ യേശുവിൻ്റെ സുവിശേഷം എത്തിച്ചു. മലയാളം അറിയാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിന് ഭാഷകളുടെ മേൽ അധികാരം ഉണ്ടായിരുന്നു. അതായത് അറിയാൻ പാടില്ലാത്ത ഭാഷ ആത്മാവിൻ്റെ നിറവിൽ സംസാരിക്കാനുള്ള കൃപയുണ്ടായിരുന്നു ഫ്രാൻസിസ് സേവ്യറെ. അങ്ങനെയാണ് ഈ കേരളത്തിൽ മലയാളികളോടെല്ലാം എങ്ങനെയാണാവോ സുവിശേഷം പ്രസംഗിച്ചത്? മലയാളം അറിയാത്ത ഫ്രാൻസിസ് സേവ്യർ സ്പാനിഷുകാരൻ എങ്ങനെയാണ് സുവിശേഷം പറയണേ? അപ്പോൾ അങ്ങനെ ഒരു അധികാരം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ജീവിതം മാറ്റിമറിച്ചത് ഈ വചനമാണ്.